യുഎസിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഗസയിലെ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. യുഎസിന്റെയും ഇസ്രായേലിന്റെയും സംയുക്ത സംരംഭമായ JHFന്റെ കേന്ദ്രങ്ങളിലായിരുന്നു സന്ദർശനം. ഗസയിലെ ദുരിതം പേറുന്ന പലസ്തീനികളെ കാണാൻ സ്റ്റീവ് വിറ്റ്കോഫ് കൂട്ടാക്കിയില്ല. ഗസയ്ക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കുമെന്ന് US പ്രസിഡന്റ് അറിയിച്ചു. പിന്നീട് 24 മണിക്കൂറിനിടെ സഹായം തേടി വന്ന 53 പേരുൾപ്പെടെ 83 പേരെ കൊന്നൊടുക്കി ഇസ്രായേൽ. പട്ടിണി കാരണം 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ കൂടി മരണപ്പെട്ടു. എല്ലാ അതിർത്തികളും തുറന്ന് സഹായം എത്തിച്ചില്ലെങ്കിൽ ആയിരങ്ങൾ മരിക്കുമെന്ന് യുനർവ ഉൾപ്പെടെ UN ഏജൻസികൾ പറയുന്നു. യമനിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് വീണ്ടും ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായി. MC നാസർ ചേരുന്നുണ്ട്. നാസർ, കൊടും പട്ടിണിയും പട്ടിണി മരണവും അത് വ്യാപിക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ ഭക്ഷണം കാത്തു നിൽക്കുന്ന മനുഷ്യരെ കൊന്നു തള്ളുന്നതും. ലോക മനസാക്ഷിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗസയിലെ ഓരോ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് സ്റ്റീവ് വിറ്റ്കോഫ് അങ്ങോട്ട് എത്തുന്നത്. എന്ത് തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്? ഏത് തരത്തിലുള്ള കൊലയാണ് ഇസ്രായേൽ തുടരുന്നത്? ധനി, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് പശ്ചിമേഷ്യൻ ദൂതനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ US അംബാസഡറും ഇന്ന് ഗസയിൽ സന്ദർശനം നടത്തിയത്. ഗസയിൽ സന്ദർശനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിൽ, ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന അമേരിക്കയോടൊപ്പം ചേർന്നുള്ള ആ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിൽ മാത്രമായിരുന്നു സന്ദർശനം. അവിടുത്തെ സ്ഥിതിഗതികൾ മാത്രമാണ് സ്റ്റീവ് വിറ്റ്കോഫ് വിലയിരുത്തിയത്. അവിടുത്തെ ദുരിതമനുഭവിക്കുന്ന ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മനുഷ്യരെ നേരിൽ കാണാനോ അവരുടെ സ്ഥിതിഗതികൾ ആരായാനോ ഉള്ള ഒരു നീക്കം പോലും സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത ആ ഒരു പദ്ധതി പ്രകാരം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. അതിന് അമേരിക്കയുടെ കയ്യൊപ്പ് ലഭിക്കുന്നു എന്നതിലപ്പുറം ഈ സന്ദർശനത്തിന് എന്തെങ്കിലും വലിയ ഒരു പ്രാധാന്യം ഇന്ന് ലഭ്യമായിട്ടില്ല. അതുമാത്രമല്ല, ഗസയിലേക്ക് കൂടുതൽ സഹായം നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ആക്രമണം വ്യാപകമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ഇന്ന് മാത്രം ഏതാണ്ട് 53ഓളം പേരാണ് ഈ ഭക്ഷണം തേടി വന്നവർക്ക് നേരെ വെടിവെപ്പ് ഉണ്ടാവുകയും അതേ തുടർന്ന് മാത്രം മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത്. മൊത്തം 83 പേർ ഈ പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതുകൊണ്ട് ഈ ഭക്ഷ്യവിതരണം കുറ്റമറ്റ രീതിയിലേക്ക് മാറ്റാനോ എല്ലാ അതിർത്തികളും തുറന്നുകൊണ്ട് കൂടുതൽ സഹായം ഗസയിലേക്ക് എത്തിക്കണമെന്ന അന്തർദേശീയ സമൂഹങ്ങളുടെ UN ഏജൻസികളുടെ ആവശ്യം പൂർണ്ണമായി തന്നെ തിരസ്കരിച്ചുകൊണ്ട് ആക്രമണവും ഈ കൂട്ടക്കുരുതിയും അതിശക്തമായി തന്നെ ഇസ്രായേൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ അമേരിക്ക ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തലിനോ മറ്റോ ഉള്ള ഒരു നീക്കം പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള വസ്തുതയും. ധന്യ.